അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എന്താണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? പ്രിയപ്പെട്ടവർ, എനിക്കൊരു സംശയം, അത് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഈ പരിശുദ്ധ റമദാൻ മാസം നമ്മൾ ഇബാദത്തിൻ്റെയും അതുപോലെ തന്നെ സഹനത്തിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ ഒരു മാസമല്ലേ ആണോ? പക്ഷെ നമ്മൾ പല മേഖലകളിലും ചെല്ലുമ്പോൾ എന്തോ അറിയില്ല, ഒരു വലിയ ഒരു മാമാങ്കം പോലെ ഇതിനെ കൊണ്ടാടുന്നത്. അതൊരു ശരിയാണോ? ഒരു ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് സെൻറ്ററുകളിൽ ചെന്നാലും, അല്ലെങ്കിൽ ഞാനൊരു കച്ചവടക്കാരനാണ്, പക്ഷേ എനിക്ക് പല സംശയങ്ങളും ഇങ്ങനെ ഉദിക്കാറുണ്ട്. ചില സമയങ്ങളിൽ രാത്രി കാലങ്ങളിൽ വലിയ രീതിയിൽ കച്ചവടം പൊടിപൊടിച്ച് ഇതിനെ എനിക്ക് അതിൻ്റെ ഒരു അർത്ഥം മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? നമ്മളിതൊക്കെ ഇങ്ങനെ ആർഭാടമാക്കി ഭയങ്കര സംഭവമാക്കി നമ്മൾ നോമ്പനുഷ്ഠിച്ച് അവനവൻ്റെ ശരീരത്തിനെയും മനസ്സിനെയും പാകപ്പെടുത്തേണ്ട സമയത്ത് ഇതൊക്കെ ഭയങ്കര എടുത്ത് കാണിച്ച് അതിൻ്റെ എന്താണെന്നുള്ളതിനെപ്പറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷെ ഞാൻ കുറേ ദിവസമായിക്കൊണ്ട് ചിന്തിക്കും, എന്താണത് അങ്ങനെ വരാൻ കാരണം എനിക്ക് മനസ്സിലായില്ല. നമ്മൾ ഇബാദത്തിന് നിൽക്കേണ്ട സമയത്ത് ഇബാദത്തിന് സമയം മാറ്റി വെക്കാതെ നമ്മുടെ മാർക്കറ്റുകളൊക്കെ ഭയങ്കര, സൂക്കുകളൊക്കെ ഭയങ്കര, കച്ചവടങ്ങളൊക്കെ ഭയങ്കര, കച്ചവടങ്ങൾ വേണം, മാർക്കറ്റുകൾ വേണം, ഒക്കെ വേണം. പക്ഷേ നമ്മളുടെ ഇബാദത്തിനൊക്കെ മറന്ന് ഉള്ളൊരു പ്രവർത്തനമാണോ എന്ന് എനിക്കൊരു സംശയം. നമ്മളിതൊക്കെ മിതപ്പെടുത്തണ്ടേ? എല്ലാത്തിനും കൊടുക്കണം. നമ്മളുടെ താഴെയുള്ളവനെ നമ്മൾ നോക്കണം, നമ്മളുടെ ഇടവും വലവും നോക്കണം, പുറകിലോട്ട് നോക്കണം എന്നല്ലേ നമ്മൾ നോക്കേണ്ടത്. പക്ഷെ അതൊന്നും ഈ ഒരു കാര്യത്തിൽ കാണുന്നില്ല എന്നുള്ളൊരു സങ്കടം കുറച്ച് ദിവസമായിട്ട് എന്നെ സംബന്ധിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ എങ്ങനെ അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ ആലോചിച്ചു, എന്താ ഇങ്ങനെ വരാൻ കാരണം? ഒരു ഉത്സവത്തിൻ്റെ മാസമായി കാണാൻ കാരണം ഉത്സവമാണത് അല്ല, റമദാൻ, പരിശുദ്ധ റമദാൻ. പണ്ടത്തെ കാലത്തൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അതൊക്കെ ഒരുപാട് അതിക്രമിച്ചു എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കുക, നിർദ്ദേശങ്ങൾ അറിയിക്കുക. ഒക്കെ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു.